നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഈ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്പർ സിസ്റ്റം എന്താ? ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയം മുതലേ നമ്പേഴ്സൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് 1 2 3 4 അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 0 1 2 3 ഇങ്ങനെ 9 വരെയുള്ള നമ്പേഴ്സ് അല്ലേ. ഈ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ബാക്കി എല്ലാ നമ്പറും ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 9 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പർ എത്രയാണ്? 10. ഈ 10 എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള 1ഉം 0യും ഉപയോഗിച്ചിട്ടാണല്ലോ 10 ബിൽഡ് ചെയ്തിട്ടുള്ളത്. 11 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 12 ആണെങ്കിലും അതെ ഈ 1ഉം 2ആ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ നോർമലി എണ്ണുന്ന ഈ ഒരു നമ്പർ സിസ്റ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുക. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈ 0 മുതൽ 9 വരെയല്ലേ ഉള്ളൂ അല്ലേ. അതിനെയാണ് നമ്മൾ അതിൻ്റെ ബേസ് എന്ന് വിളിക്കുന്നത്. എത്ര എണ്ണമുണ്ട്? ബേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റാഡിക്സ് എന്നുള്ളത്. എത്രയാണ് അവിടെ? 10. ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമ്മൾ 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് 26 എന്ന് പറയുന്ന അതേ ലോജിക്ക് തന്നെയാണ് നമ്മൾ എത്ര എണ്ണം ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ ആകെ ഒരു 0യും ഒരു 1ഉം മാത്രമേ ഉള്ളൂ. മെഷീൻ്റെ കോറിൽ എപ്പോഴും ഈ 0യും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 0 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇല്ല എന്നും 1 എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഉണ്ട് എന്നുമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A എന്ന് പറഞ്ഞ ലെറ്റർ ഇതുപോലത്തെ ഒരു കോഡിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ എഴുതിയതാണ്. ഇതെല്ലാം വോൾട്ടേജ് ആണ്. നമ്മളെ സംബന്ധിച്ചത് 1ഉം 0യും ആണ്. സോ 1 ഇങ്ങനെ വരയ്ക്കും, 0 താഴ്ത്തി വരയ്ക്കും. മനസ്സിലായോ? ദെൻ ഇതിനകത്ത് 2 1 ആണ് അല്ലേ. അപ്പോൾ 2 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു 1 ഇതൊരു 1. സോ ഇത് 1 1 ആയി. ദെൻ 0 ദെൻ 1 1 ദെൻ വീണ്ടും ഒരു 1 ദെൻ 0. ഇങ്ങനെയാണ് ആ ഒരു സിഗ്നൽ പോകുന്നത്. ഇത് ഡിജിറ്റൽ സിഗ്നലാണ്. ഇത് മെഷീന് മാത്രമേ മനസ്സിലാവുള്ളൂ. വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ 1 എന്നും വരുന്നില്ലെങ്കിൽ 0 എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എത്രയാണ്? ഇവിടെ 2 ആണല്ലേ. കാരണം 0യും 1ഉം മാത്രമേ ഉള്ളൂ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ഇതിനെ പറയുന്ന പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന്. ബൈനറി നമ്പർ സിസ്റ്റമാണ് അപ്പോൾ ഈ പറഞ്ഞ 0യും 1ഉം വെച്ചുള്ള നമ്പർ സിസ്റ്റം. ഇനി ഇപ്പോൾ നമ്മൾ 0 to 9 എഴുതി. 0 1 2 3 അങ്ങനെ 9 വരെ എഴുതി. 9 കഴിഞ്ഞ് പിന്നെ നമ്മൾ 10 11 അങ്ങനെയാണ് പോയത് അല്ലേ. അതുപോലെ 0യും 1ഉം വരുന്ന സമയത്ത് ആദ്യത്തെ നമ്പർ 0 വരും, അടുത്ത നമ്പർ 1 വരും. 1 കഴിഞ്ഞാൽ നമുക്ക് 2 പറ്റില്ല. കാരണം എന്താ? ഈ 2 എന്ന് പറഞ്ഞാൽ 1 കൊണ്ടും 0 കൊണ്ടും അല്ല ബിൽഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. 3 പറ്റില്ല. 4 5 6 7 അങ്ങനെയുള്ളതൊന്നും പറ്റില്ല അല്ലേ. ഏതാ പറ്റുന്നത്? അങ്ങനെ പോയാൽ പിന്നെ 10 അല്ലേ ഉള്ളൂ. ഇതിനകത്തുള്ള 2 3 4 5 6 ഇതൊന്നും 1ഉം 0യും വെച്ച് ഉണ്ടാക്കിയതല്ല. അപ്പോൾ 0 1 കഴിഞ്ഞാൽ പിന്നെ 10 ആണല്ലേ. 10 കഴിഞ്ഞാൽ 11 പറ്റും. 11 കഴിഞ്ഞാൽ 12 ഇല്ല, 13 ഇല്ല, 14 ഇല്ല, ഒന്നുമില്ല. പിന്നെ എത്രയാണ് വരുന്നത്? പിന്നെ 100 ആണ്. 100 കഴിഞ്ഞാൽ 101 ആണല്ലേ. 101 കഴിഞ്ഞാലോ 110 111 1000 ഇങ്ങനെയല്ലേ വരുന്നത്. അതായത് ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ച നമ്പറിൽ 0 മുതൽ 9 വരെ ഉള്ളതുകൊണ്ടാണ് 10ഉം 11ഉം ഒക്കെ വന്നത്. നിങ്ങൾ പഠിച്ച നമ്പറിൽ 0ഉം 1ഉം ആണ്. 2 3 4 5 അങ്ങനെ 9 വരെ ഉള്ളത് ആ ലിസ്റ്റിലേ ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പിന്നെ 10 11 അങ്ങനെയല്ലേ പോവുക. 12 13 ഒന്നും നമ്മുടെ ലിസ്റ്റിലില്ല എന്നുണ്ടെങ്കിൽ. സോ ഈ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇനി ഇതിൽ ഈ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 10 എന്താണ്? 2 ആണ്, ഇതെന്താണ്? 3 ആണ്, ഇത് 4 5 എന്താ? 1 0 1 6 7 ഇങ്ങനെ പോകും. ഇത് 7 ഇത് 8 ആ രീതിയിൽ അങ്ങ് പോവുകയാണ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. എന്താ ഒക്ടൽ നമ്പർ? ഒക്ടൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 8 ആണ്. എന്ന് വെച്ചാൽ ഈ നമ്പർ സിസ്റ്റത്തിൽ 9 ഒന്നും ഇല്ല, 8 9 ഇല്ല. എന്ത് വരെയേ ഉള്ളൂ? ഈ 7 വരെ ഉള്ളൂ. ഇപ്പോൾ മൊത്തം എത്ര എണ്ണമായി? 7 വരെ എഴുതുമ്പോൾ 0 to 7 വരെ എഴുതുമ്പോൾ എത്രയാണ് വന്നത്? 8 ആണ് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. എന്ന് വെച്ചാൽ ഈ നമ്പർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 7 കഴിഞ്ഞാൽ 8ഉം 9ഉം ഈ ലിസ്റ്റിനകത്ത് ഉണ്ടാവില്ല. പകരം എന്തേ ഉണ്ടാവുള്ളൂ? 10 11 12 അങ്ങനെ പോയിട്ട് 17 വരെ ഉണ്ടാവും. 18 ഉണ്ടാവില്ല, 19 ഉണ്ടാവില്ല. പകരം എന്തായിരിക്കും? 20 ആയിരിക്കും. സോ 7 കഴിഞ്ഞാൽ 8നെ ഇവിടെ 10 എന്നും 9നെ 11 എന്നും 10നെ 12 എന്നും പറയും. മനസ്സിലായോ? ഈ രീതിയിൽ പോകുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം.
ഹെക്സ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹെക്സ എന്ന് പറഞ്ഞാൽ 6ഉം ഡെസിമൽ എന്ന് പറഞ്ഞാൽ 10ഉം എന്ന് വെച്ചാൽ ഇവിടെ 16 നമ്പേഴ്സ് ഉണ്ട്. ഡെസിമൽ നമ്പേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു 0, 1, 2, 3, 4 അല്ലേ, 5, 6 അങ്ങനെ ഏത് വരെ? 9 വരെ. ദെൻ കുറച്ച് ആൽഫബറ്റാണ് ABCDEF വരെ. സോ അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം. ഇങ്ങനെ ഇത് 10 എണ്ണം അല്ലേ, 0 to 9 എന്ന് പറഞ്ഞാൽ 10ഉം മറ്റേത് 6ഉം. സോ 16 എണ്ണമാണ് ഇവിടെ ടോട്ടലായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് 0, 1, 2, 3 അങ്ങനെ എഴുതി 9 കഴിഞ്ഞാൽ 10ന് പകരം A എന്ന് വേണം പറയാൻ. മനസ്സിലായോ? 11 പകരം B. അങ്ങനെ പോയി F എന്ത് വരും? 15 അല്ലേ. CDE 12, 13, 14, 15. ഇനി 16 ആകുമ്പോൾ പിന്നെ 10, 11, 12 അങ്ങനെ ഏത് വരെ പോവും? 19 വരെ പോവും. 19 കഴിഞ്ഞാൽ പിന്നെ 1A 1B ആ രീതിയിൽ പോകും. കാരണം ഇതൊക്കെ ആക്ച്വലി 0A 0B 0C അങ്ങനെയല്ലേ. സോ 1B വെച്ച് അങ്ങനെ പോവും. അങ്ങനെ 1F കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ എങ്ങനെ വരും? 20, 21 ആ രീതിയിൽ എന്ത് ചെയ്യും? വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. സോ ഇങ്ങനത്തെ നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ബേസ് അപ്പോൾ എത്രയാണ്? ബേസ് അല്ലെങ്കിൽ ബേസിന് വിളിക്കുന്ന മറ്റു പേര് റാഡിക്സ് എത്രയാണ്? 16. മനസ്സിലായോ? സോ നമുക്ക് ഈ ഒരു ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ആണ്. നമ്പർ സിസ്റ്റം കൺവേർഷൻ നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് നമുക്ക് 4 നമ്പർ സിസ്റ്റം ഉണ്ട്. 1 നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം, 2 എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ സ്വന്തം ഭാഷയായിട്ടുള്ള ബൈനറി നമ്പർ സിസ്റ്റം, പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം, പിന്നെ എന്താണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ. ഇതെല്ലാം പരസ്പരം കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ ഡെസിമലിനെ മറ്റ് 3 എണ്ണത്തിലേക്ക് എന്ന് വെച്ചാൽ ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ബൈനറിയെ അതുപോലെ തന്നെ ഒക്ടൽ ആദ്യം ഡെസിമൽ, then ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഒക്ടൽ ആണെങ്കിലോ ഡെസിമൽ, ബൈനറി, ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമലിനെ ആണെങ്കിലോ ഡെസിമലും ബൈനറിയും ഒക്ടലും. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ തന്നാൽ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര എണ്ണം പഠിക്കാനുണ്ട്? 12 കൺവേർഷൻസ് ആണ് പഠിക്കാനുള്ളത്. സോ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ബാക്കി കൺവേർഷൻസൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം.